ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ, നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനം നാളുകളായി ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകാൽ ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കട്ടെ. കണ്ണുനീരിൽ കഴിയുന്ന അനേകർ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം അനേകർ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് വിളിക്കുമ്പോൾ അനേകർ ദുഃഖത്തിൻ്റേതായ വാർത്തകൾ പങ്കുവയ്ക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനേകരുടെ വേദനകൾ പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ എന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം ദുഃഖം നിറഞ്ഞതാണ്, വേദനകൾ നിറഞ്ഞതാണ്, സങ്കടങ്ങൾ നിറഞ്ഞതാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ഏതെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ മനുഷ്യരും അഭിമുഖീകരിക്കുന്നത്. എന്നാൽ ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിൻ്റെ പാദത്തിലുണ്ട്, യേശുവിൻ്റെ സന്നിധിയിലുണ്ട്. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചാൽ, നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. യേശു ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട്, കുടുംബവും വിട്ട്, വീടും വിട്ട്, ജോലിയും വിട്ട്, വരുമാന മാർഗങ്ങളും എല്ലാം വിട്ട് പോകുക എന്ന് മാത്രമാണെന്ന് നാം ധരിക്കരുത്. ഞാൻ വർഷങ്ങളായി എൻ്റെ ജോലിയോടൊപ്പം കർത്താവിൻ്റെ എളിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. 19-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. ആ 19-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ആ 19-ാമത്തെ വയസ്സിൽ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു. അനേക വർഷങ്ങൾ ഞാൻ പിന്നിട്ടു. പക്ഷേ ദൈവവേല ചെയ്യുന്നു, ജോലിയോടൊപ്പം, കുടുംബത്തോടൊപ്പം. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഫുൾ ടൈം വേല ചെയ്യുന്ന ദൈവമക്കളും ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷേ നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഇനി എല്ലാം വിട്ടിട്ട് പോകണമെന്ന് മാത്രം ധരിച്ച് നിങ്ങൾ ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ദൈവവേല എന്ന് ധരിക്കരുത്. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. പക്ഷേ നാം നിർബന്ധമായും ദൈവത്തിൻ്റെ വേല ചെയ്യണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കണം. നാം രൂത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മോവാബ്യ പെൺകുട്ടിയായ രൂത്ത് ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10-ാം തലമുറ പോലും ഒരു നാളും പ്രവേശിക്കരുതെന്നുള്ള ദൈവത്തിൻ്റെ കർക്കശമായ വചനം, കൽപ്പന. എന്നാൽ ഈ രൂത്തിൻ്റെ സമർപ്പണവും രൂത്തിൻ്റെ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതായ പുറപ്പെടലും അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ജീവിതത്തെ മാറ്റുന്നതാണ് സുവിശേഷം. ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തെ മാറ്റും, നമ്മുടെ ജീവിതത്തിൽ പുതുക്കം തരും. എന്തൊരു ഭാഗ്യമാണത്! കർത്താവിൻ്റെ സ്തോത്രം. ദൈവവേല ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. 2-ാം അധ്യായത്തിൽ രൂത്ത് ബോവസിൻ്റെ വയലിലെത്തിയെന്നും ബോവസ് രൂത്തിനോട് കരുണ കാണിച്ചു എന്നും നാം ചിന്തിച്ചു. കേട്ടോ മകളെ, പെറുക്കാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക എന്ന് പറഞ്ഞ് രൂത്തിനോട് ബോവസ് ദയ കാണിച്ചു. അതുമാത്രമല്ല, അപ്പോൾ രൂത്ത് ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10-ാമത്തെ വാക്യം, എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയതെങ്ങനെ എന്ന് പറഞ്ഞു. ദൈവസനയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നു. ഞാൻ ദൈവവേല ചെയ്യുന്നവനാണെന്ന് പറഞ്ഞ് ചങ്ക് വിരിക്കുകയല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷമായി ദൈവവേല ചെയ്യുന്നു പറഞ്ഞ് അതിൽ തന്നെ അഭിമാനിക്കുകയല്ല, വർഷങ്ങളുടെ പാരമ്പര്യം പറയുകയല്ല. കർത്താവിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എളിമപ്പെടുന്നു. എത്ര വർഷക്കാലം നാം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ അഭിമാന വാക്കുകളൊന്നും പറയാനില്ല. അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവുകയില്ല. നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണികളാണ്. കർത്താവേ, ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊന്നും പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാനില്ല. അവൾ സാഷ്ടാംഗം വീണു. വെറുതെയല്ല രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടത്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് നിൽക്കുമ്പോൾ എത്രയും വർഷമായിട്ട് ഞാൻ വേല ചെയ്യുന്നെന്ന് പറഞ്ഞൊന്നും അഭിമാനിക്കാനില്ല. കർത്താവേ, അവിടുത്തെ വേലയുടെ മുഖത്ത് തന്നെ നിർത്തിയല്ലോ എന്നോർത്ത് ദൈവസനിൽ നാം എളിമപ്പെടണം. എനിക്ക് അവസരം തന്നല്ലോ, എനിക്ക് കർത്താവ് ഭാഗ്യം തന്നല്ലോ, കർത്താവെ അവിടുത്തെ സാക്ഷിയാകാനെ തിരഞ്ഞെടുത്തല്ലോ, അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. യിരെമ്യാവ് അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകും മുമ്പേ ദൈവം അവനെ കണ്ടു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോൾ ദൈവം വേർതിരിച്ചു.
ജാതികൾക്ക് പ്രവാചകനായി അപ്പോയിൻ്റ് ചെയ്തു. അത് ചെയ്യുന്നത് കർത്താവാണ്. പക്ഷേ നാം ദൈവവേലയ്ക്ക് സമർപ്പിക്കണം. തീർച്ചയായും അത് അനുഗ്രഹമാണ്. ഇവിടെ പിന്നീട് നാം കാണുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ ബോവസിൻ്റെ ഉള്ളു കുളിർത്തു. അവൻ പറയുകയാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചെറിയ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് ബോവസ് രൂത്തിനെ അനുഗ്രഹിക്കുകയാണ്. ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം, ദൈവദാസന്മാരുടെ അനുഗ്രഹവും വേണം. ഇതൊക്കെ വേണം. ഇതൊക്കെ ധിക്കരിച്ച് നാം അങ്ങനെ മുന്നോട്ട് പോയാലൊന്നും ദൈവികമായ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. അതിന് നമ്മെ തന്നെ താഴ്ത്തണം. മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. ഇന്നലെ രാത്രി ഞാൻ ഒരു സഹോദരനോട് പറയുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ പിടിവിട്ടുപോയി. ഞാൻ അമ്മയോട് കുറേ ദേഷ്യമായി സംസാരിച്ചു, വളരെ ക്രൂവലായി സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് വേണ്ടായിരുന്നുവെന്ന്. ഇച്ചിരി അസ്വസ്ഥതയൊക്കെ. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായി നിൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. ചില ഭർത്താക്കന്മാർ ഭാര്യ പറയുന്നത് കേട്ടിട്ട് അമ്മയെയും അപ്പനെയും ദ്വേഷിക്കും. അത് തെറ്റാണ്. സ്വന്തം ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നാം മനസ്സുള്ളവരാകണം. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. സ്വന്തം അപ്പനെ മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. സ്വന്തം ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. കർത്താവിന് സ്തോത്രം. എങ്കിലേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ പ്രിയരെ. എൻ്റെ ഒരു ചിന്ത, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 32 വർഷമാകാൻ പോകുന്നു. എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പോലെയും കരുതുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയ ഭാര്യ സാലിയുടെ മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുന്നു, കരുതുന്നു. എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നാറില്ല. കാരണം എൻ്റെ ചിന്ത, എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് ഇത്രയും കാലം വളർത്തി സംരക്ഷിച്ച് ഒരു പ്രായപൂർത്തിയാക്കി ഒരു യുവാവായിരുന്ന എനിക്ക് സ്വന്തം മകളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്ന മാതാപിതാക്കൾ, അതാണ് എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ. അവരോട് എനിക്ക് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാര്യയുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം. സഹോദരന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു ഭർത്താവ് ആ ഭർത്താവിനെ വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച് വളർത്തി ഊട്ടി ഉറക്കി ഉണർത്തി സംരക്ഷിച്ച്, സഹോദരി, നിനക്ക് വേണ്ടി ഒരു ഭർത്താവിനെ സംരക്ഷിച്ച് കൊണ്ടുവന്നത് ആ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. നിൻ്റെ ഭർത്താവിനോട് നിനക്ക് വലിയ സ്നേഹമാണ്. പക്ഷേ ആ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം. എങ്കിലേ ഭർത്താവിനോടുള്ള യഥാർത്ഥ സ്നേഹമാകുകയുള്ളൂ. ഇങ്ങനെ കുടുംബങ്ങൾ സ്വർഗമാകണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ഭാര്യ എൻ്റെ മാതാപിതാക്കളെ വളരെ ശക്തമായി സ്നേഹിക്കുന്നു. ഞാനത് കാണാറുണ്ട്, കരുതുന്നു. സ്വന്തം മാതാപിതാക്കളെപ്പോലെയോ അതിലുപരിയായോ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ഭാര്യ കരുതുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമാകണം. ഭാര്യയുടെ വീട്ടുകാർ തന്നത് പോരാ എന്ന് പറയരുത്, കുറ്റം പറയരുത്. അവരെ സഹായിക്കണം. ഇങ്ങോട്ട് വാങ്ങാനല്ല, കൈ നീട്ടാനല്ല, അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം. അതാണ് ഭാഗ്യം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതൊക്കെ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹമാണ്. അവരുടെ ഉള്ളിൽ വാട്ടരുത്, അവരുടെ ഉള്ളിലൊരു ദുഃഖം കൊണ്ടുവരുത്. ഞാൻ സഹകരിച്ചാൽ പറയുന്നേ ഉള്ളൂ. ബോവസ് രൂത്തിനെ അനുഗ്രഹിച്ചു. മാത്രമല്ല, ഹല്ലേലൂയ, ഭക്ഷണം സമയത്ത് ബോവസ് അവളോട് 14-ാമത്തെ വാക്യം അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരെ അരികെയിരുന്നു. അവൻ അവൾക്ക് മലര് കൊടുത്തു. അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ മോനെ, നിനക്കൊരു പക്ഷേ ആദ്യം വിഷമെന്ന് തോന്നും, പക്ഷേ നിന്നെ ദൈവം തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സ്വർഗം കരുതും. രൂത്തിന് വേണ്ടി കരുതിയില്ല, പക്ഷേ ബോവസ് രൂത്തിന് വേണ്ടി കരുതി. ബോവസിൻ്റെ വയലിൽ ചെന്നാൽ ബോവസ് കരുതും. എന്തെല്ലാം കരുതലാണ്, മലര് കൊടുക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. മാത്രവുമല്ല, 15-ാമത്തെ വാക്യം, അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. ഓ, എന്തൊരു കരുണ, ദയ! ദൈവവേലക്കാർക്കുള്ള ദൈവത്തിൻ്റെ ദയ. മാത്രമല്ല, അവളെ ഉപദ്രവിക്കരുത്, പ്രൊട്ടക്ഷൻ. സ്തോത്രം.
മാത്രമല്ല പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റയിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. എന്തൊരു ദയ! എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വിശദമായി പറയാനുണ്ട്, പക്ഷേ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇങ്ങനെ അവൾ വൈകുന്നേരം പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറ യവം ഉണ്ടായിരുന്നു. സ്തോത്രം! ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവേലയൊന്നും നഷ്ടമല്ല. ഒരുപക്ഷെ പ്രകടമായി നമ്മുടെ കയ്യിൽ പണം വരണമെന്നൊന്നുമില്ല, ഇല്ലേ? അതൊന്നും അല്ല പ്രിയരെ പ്രതിഫലം. പക്ഷെ നിങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം സമാധാനം തരും. നിങ്ങളൊന്നിലും വലയാൻ ദൈവം വരികയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പോരാ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. ഞാനത് അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം! അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, 3 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ ഞങ്ങളുടെ മൂത്ത മകന് വേണ്ടി ഭാര്യയായി കൊടുത്തു. ഒരു കൊച്ചുപോൻ 3.5 വയസ്സുള്ള തീമോൻ ഞങ്ങൾക്കുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, സമാധാനമുള്ളൊരു കുടുംബം. എന്തൊരു ഭാഗ്യമാണ്! അനേക കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ മിണ്ടുകയില്ല, വഴക്കാണ്, ദേഷ്യമാണ്, റെബല്യസ് മൈൻഡാണ്. എന്നാൽ കൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യമായി 4 തലമുറകൾ ജീവിക്കുന്നു. 87 വയസ്സുള്ള ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ മക്കളും അവരുടെ മകനും, അങ്ങനെ ഒരുമിച്ച് 4 തലമുറകൾ ജീവിക്കുന്നു. കർത്താവിന് സ്തോത്രം! ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് നഷ്ടമല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ യേശുവിനെ സാക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ കർത്താവിനെ സാക്ഷിക്കുന്നവരും കർത്താവിന് വേല ചെയ്യുന്നവരുമാണ്. ഞങ്ങളുടെ മക്കളും ആ പാത പിന്തുടരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളും കർത്താവിനെ സാക്ഷിക്കുന്നവരാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ഞങ്ങളുടെ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അതിന് കാരണം യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു, യേശുവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. നിങ്ങൾക്ക് ഇച്ചിരിയേ ഉള്ളോ? നിങ്ങൾക്ക് കഴിവ് ഇല്ലേ? ഒരല്പം കഴിവ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിവ് കാണുകയില്ല, പക്ഷെ പാടാൻ കഴിവ് കാണും. ഒരുപക്ഷെ പാടാൻ കഴിവ് കാണുകയില്ല, ചില ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനുള്ള കഴിവ് കാണും. ചിലപ്പോൾ ഒരാൾ ക്ഷണിക്കാൻ കഴിവ് കാണും. ഇനി അതുമില്ലെങ്കിലോ വരുന്ന ദൈവമക്കൾക്ക് ഒരു കസേര ഇട്ട് കൊടുക്കാൻ കഴിവ് കാണും. ഒരല്പം ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവ് കാണും. ഇല്ലെങ്കിൽ ദൈവമക്കൾ വരുന്ന സ്ഥലം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ കഴിവ് കാണും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കഴിവ് നിങ്ങൾക്ക് കാണും. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ താലന്ത് യേശുവിന് വേണ്ടി കൊടുക്കുക. കർത്താവിന് സ്തോത്രം! ഞാനതൊക്കെ ഒരു ഭാഗ്യമായി കാണാറുണ്ട്. കർത്താവിൻ്റെ മക്കൾ കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്നുള്ള ദാഹമാണ് എൻ്റെ ഹൃദയത്തിൽ. അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും തൃപ്തി വരികയില്ല. കർത്താവിൻ്റെ മക്കളെ സ്നേഹിക്കുക, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർ വരുമ്പോൾ കസേര വൃത്തിയായിട്ടിടുക, അവർ വരുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കുക. എല്ലാം ദൈവവേലയുടെ ഭാഗമാണ്. അല്ലാതെ സ്റ്റേജിൽ കയറി യേശുവിനെ സാക്ഷിക്കുക, യേശുവിന് വചനം പറയുക, അല്ലെങ്കിൽ പ്രവചനം പറയുക, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്യുക, അത് മാത്രമല്ല പ്രിയരെ ദൈവത്തിൻ്റെ ശുശ്രൂഷ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൂലി പങ്കിടുമ്പോൾ യുദ്ധത്തിന് പോയവർക്ക് മാത്രമല്ല, ആയുധ സൂക്ഷിപ്പുകാരനും തുല്യമായിട്ടാണ് ആ പ്രതിഫലം തരുന്നത്, കൊള്ള പങ്കിടുന്നത്. സ്തോത്രം! എല്ലാ ദൈവവേലയ്ക്കും പ്രതിഫലമുണ്ട്. കർത്താവിന് സ്തോത്രം! അതുകൊണ്ട് ഒരു വേലയും കുറഞ്ഞതായി കാണരുത്. ബോവസിൻ്റെ വയലിൽ ശുശ്രൂഷ ചെയ്താൽ മോനെ, തലമുറകളായി നിൻ്റെ മേലുള്ള ചില ശാപങ്ങൾ അഴിഞ്ഞു പോകും. നിൻ്റെ തലമുറകളായി പകർന്നു വന്ന ചില ബന്ധനങ്ങൾ കത്തിപ്പോകും. അത് നിൻ്റെ തലമുറകളിലേക്ക് പകരാതെ ദൈവം നിൻ്റെ തലമുറയിൽ വെച്ച് കത്തിച്ചു കളയും. മോവാബ്യ പെൺകുട്ടിയായ രൂത്തിൻ്റെ തലമുറയിൽ വെച്ച് അവളുടെ മോവാബ്യ ശാപം തകർന്ന് കത്തിപ്പോയി. എന്തുകൊണ്ട്? അവൾ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു, ദൈവജനത്തോട് ചേർന്ന് നിന്നു, ബോവസിൻ്റെ വയലിൽ വേല ചെയ്തു. അവളുടെ ശാപം മാറി, മാത്രമല്ല അവൾക്ക് പ്രതിഫലം കിട്ടി. സ്തോത്രം! നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? നിങ്ങളും കൊടുക്കൂ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. നിങ്ങളും സമർപ്പിക്കൂ നിങ്ങളുടെ ജീവിതം ദൈവവേലയ്ക്ക്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ വരുംകാല തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങളുമായി ഏതെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പ്രാർത്ഥന വിഷയങ്ങൾ പറയാനോ നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുമായി സംസാരിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നും രാവിലെ വെളുപ്പിന് 4:30 എഴുന്നേറ്റ് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അവർ പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.